Um, this is all about me. ഞാൻ ആദ്യം എഴുതിയിരുന്നത് 2020-ലായിരുന്നു. കോവിഡ് ടൈം ആയിരുന്നു. ആ ടൈമിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു ബിക്കോസ് നീറ്റ് വെറുതെ എഴുതിയതാ. എയിമൊന്നുമില്ലായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് 12th കഴിഞ്ഞിട്ട് സയൻസ് ബയോമാത്സ് എടുത്ത് എല്ലാവരും നീറ്റ് എഴുതാൻ പോവായിരുന്നു. അങ്ങനെ ഞാനും പോയി എഴുതി. ഇപ്പൊ നെയിം സേവ്. പിന്നെ 21-ലെ എക്സാമിന് ഐ wanted ടു ആക്ച്വലി റൈറ്റ് ഇറ്റ്. പക്ഷെ ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. വാട്ട് ഹാപ്പൻ ഇസ് ദാറ്റ് 2020-ൽ ഞാൻ എഴുതി പേരിന്. അത് കഴിഞ്ഞിട്ട് ഐ ജോയിൻഡ് എ കോളേജ്, മഹാരാജാസ് എറണാകുളത്താണ്. ഞാൻ ആ കോളേജ് ജോയിൻ ചെയ്ത് BSc കെമിസ്ട്രി ആൻഡ് എൻവയറമെന്റൽ സയൻസ്. ഒരു ഡബിൾ ഡിഗ്രി ആയിരുന്നു. ആഹ് ആ ഡിഗ്രി പഠിക്കണായിരുന്നപ്പോഴാണ് ഐ റിയലൈസ് ഓക്കെ ഐ വോണ്ട് ടു ഡു മെഡിസിൻ. ആ ടൈമില് ഡിഗ്രി വിടാൻ മടിയായിരുന്നു. കാരണം എനിക്കങ്ങനെ ആരും അറിയില്ലായിരുന്നു ഹു ഗോട്ട് ത്രൂ നീറ്റ്. പിന്നെ നീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയ കാര്യമാണ്. സോ എക്സ്പെക്ട് ചെയ്തില്ല കിട്ടൂന്ന്. അപ്പൊ പാർഷ്യൽ അപ്പൊ പാർഷ്യൽ ഡ്രോപ്പ് എടുക്കേണ്ടി വന്ന്. കാരണം ഫുള്ളി ഡ്രോപ്പ് എടുക്കാൻ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജിന്റെ കൂടെ പഠിച്ച് 2021-ല് എഴുതി. 535 ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ആ ഇയർ തന്നെ ഒരു 8 months കഴിഞ്ഞിട്ട് 2022-ടെ നീറ്റ് ഉണ്ടായിരുന്നു. അതിലാണ് എനിക്ക് കിട്ടിയത്. മാർക്സ് 691, എയിംസ് ഡൽഹിയിൽ കിട്ടി. ഇപ്പൊ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ യു കെൻ ആസ്ക്. എങ്ങനെ? ഓക്കെ, ഞാൻ ചാറ്റ് വായിക്കുന്നതാണ്. ഓക്കെ, 1 second. ഓക്കെ. ഓക്കെ, ഫസ്റ്റ് എങ്ങനെയാ പഠിച്ചത്? സ്ട്രാറ്റജീസ് ആൻഡ് റിവിഷൻ. ഓക്കെ. ഓക്കെ. ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ലൈക്ക് ഐ സെഡ്, എനിക്ക് ഒഫീഷ്യൽ ആയിട്ട് അങ്ങനെ കോച്ചിങ് ഇല്ലായിരുന്നു. പിന്നെ ഇപ്പൊ മെയിൻ ആയിട്ട് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ അത്രയ്ക്കും ടൈം കൊടുക്കണം. മതലബ് ഇറ്റ്സ് ലൈക്ക് എ സ്കൂൾ, യു ഹാവ് ടു ഗോ സിറ്റ് ദെയർ ആൻഡ് സ്റ്റഡി. അതിനുള്ള ടൈം എനിക്കില്ലായിരുന്നു ബിക്കോസ് ഐ ഹാഡ് കോളേജ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഫിസിക്സ് വാല അന്നേരം ഇറ്റ് വാസ് ഗ്രോയിങ്. അപ്പൊ ഒരു യക്കീൻ ബാച്ച് ഉണ്ടായിരുന്നു ഫിസിക്സ് വാല ആപ്പില്. അപ്പൊ ഞാൻ അതിൽ ജോയിൻ ചെയ്ത്. അവിടെ എന്താന്ന് വെച്ചാല് ഓൺലൈൻ ക്ലാസ്സസാ. നമുക്ക് തോന്നുമ്പോ കാണാം. സോ വെൻ യു ഹാവ് ടൈം. സോ ഐ ജോയിൻ ഫിസിക്സ് വാല ആൻഡ് ഐ സ്റ്റഡീഡ് ത്രൂ ദാറ്റ്. ഞാനിപ്പം മെയിൻ പറയണത് 2022 നീറ്റിന് എങ്ങനെ പ്രിപ്പയർ ചെയ്തെന്നാണ്. ബിക്കോസ് 21 കൈൻഡ് ഓഫ് എ മെസ്. സോ വാട്ട് ഐ ഡിഡ് ഇസ്, അവിടെ ലെക്ചേഴ്സ് ഉണ്ടാവുമായിരുന്നു. ഐ യൂസ് ടു വാച്ച് ദ ലെക്ചേഴ്സ്, റൈറ്റ് നോട്ട്സ് ആൻഡ് പ്രാക്ടീസ് ദ ക്വസ്റ്റ്യൻസ് ദേ യൂസ് ടു ഗിവ്. ബേസിക്കലി എവിടെ പഠിച്ചാലും ഇറ്റ്സ് ലൈക്ക് ലെക്ചേഴ്സ് കാണും, യു റൈറ്റ് നോട്ട്സ് ആൻഡ് ദെൻ യു ഡു ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ദ കോച്ചിങ് ഗിവ്സ് യു. ബയോ എന്താന്ന് വെച്ചാൽ മെയിൻലി യു ഹാവ് ടു റീഡ് NCERT thoroughly. So what I feel is best for bio is that you see the lectures, you write notes, read NCERT, practice the questions. Now a lot of you ask, where do you get these questions from? ഞാൻ അങ്ങനെ തപ്പാനൊന്നും നിന്നില്ല. കോച്ചിങ് തന്ന ക്വസ്റ്റ്യൻസ് ഐ യൂസ് ടു ഡു ദാറ്റ്. Apart from that, PYQs either coachings in then you'll get a book or else it's easy to get. മെയിൻലി ആ മെറ്റീരിയൽ ആയിരുന്നു ഞാൻ ചെയ്തിരുന്ന ഫോർ ബയോ. പിന്നെ ഫിസിക്സ് എന്ന് പറയുമ്പോ ലെക്ചർ കേൾക്കും, നോട്ട്സ് എഴുതും. പിന്നെ കോച്ചിങ് തന്ന മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പിന്നെ അപ്പൊ തന്നെ എന്താണ് ഫോർമുല പേജസ് എഴുതുമായിരുന്നു. നോട്ട് ഇമ്മീഡിയറ്റ്ലി, ബട്ട് ഫോർമുല പേജസ് എഴുതണ വാസ് എ മസ്റ്റ്. എന്നുവെച്ചാൽ ഈ ചാപ്റ്ററിലെ എല്ലാ ഫോർമുലാസും പ്ലസ് വല്ല തിയറംസ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എല്ലാം കൂടെ. So at the end, you'll have a small booklet-like thing full of formulas. This was for physics. Watching the lectures, practicing questions. പിന്നെ കെമിസ്ട്രിക്ക് ഓർഗാനിക് കെമിസ്ട്രി ടെക്സ്റ്റ് വായിക്കണം. ഓർഗാനിക് ടെക്സ്റ്റ് വായിക്കണം അപ്പാർട്ട് ഫ്രം പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ്. പിന്നെ ഇനോർഗാനിക്കില് മെയിൻലി ഈ ഷോർട്ട് നോട്ട്സ് എഴുതണമെന്നല്ല.
again കോച്ചിങ്ങിലെ questions. പിന്നെ ഇനോർഗാനിക്, പിന്നെ physical chemistry. Again, write short notes. 1 second, chat. How to manage degree and how to manage. Okay, classes and college. For me, it was like എന്റെ കോളേജിൽ ആദ്യം പറഞ്ഞ അറ്റൻഡൻസിന് ഭയങ്കര ഇഷ്യൂ ആയിരിക്കും. അത് കാരണം I used to go to college, but ബാക്കി time I used to spend for me. For me എന്താണെന്ന് വെച്ചാൽ എന്റെ കോളേജിന്റെ അവിടെ you never used to really get what you say വൈഫൈ. അപ്പോൾ ലാസ്റ്റ് ഒരു വിൻഡോ ഉണ്ടായിരുന്നു. So I used to go sit back and then I used to, secretly do the neat thing, either read the material or watch lectures. What I used to do is that I used to, actually watch the lecture class behind, and no one used to really find out. But I wouldn't suggest other people to do that. It's just that whenever I got time, I studied for NEET. So it's like go to college. During the classes, I used to, study for NEET material. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ടൈമിന് ലൈബ്രറി പോയി നീറ്റിന്റെ നോക്കുമായിരുന്നു. പിന്നെ കോളേജ് തീർന്ന ഉടനെ വീട്ടിൽ പോകും, റെസ്റ്റ് എടുക്കും, സ്റ്റാർട്ട് സ്റ്റഡിങ് ഫോർ നീറ്റ്. പിന്നെ ഒരു 4 AM 3 AM വരെ നീറ്റ് തന്നെ ചെയ്യും. പിന്നെ കിടക്കും, എണീക്കും. ബേസിക്കലി എപ്പോ ടൈം കിട്ടിയാലും ഐ യൂസ് ടു ഡു ദ നീറ്റ് തിങ്. പിന്നെ കോളേജ് എക്സാംസിന്റെ ടൈം വരുമ്പോ ഐ യൂസ് ടു ഫോക്കസ് ഓൺ ദ കോളേജ് എക്സാംസ്. ഇപ്പൊ മറ്റന്നാൾ ഒരു കോളേജ് എക്സാം ഉണ്ടെങ്കിൽ മേ ബി ഡേ ബിഫോർ ഈവനിങ് ഓർ ഡേ ബിഫോർ ദ എക്സാം അത് മാത്രം വായിച്ച് വായിച്ച് പാസ്സാവുമായിരുന്നു. എന്റെ കോളേജിൽ അങ്ങനെയായിരുന്നു. ഹൗ ടു മാനേജ് ക്ലാസ്സസ് ആൻഡ് നീറ്റ് prep പറഞ്ഞ് പിന്നെ മോസ്റ്റ്ലി കോച്ചിങ്സിൽ ഇപ്പൊ ഐ തിങ്ക് ദേ ഹാവ് എൻ ഓപ്ഷൻ, യുനോ ഫുൾ അല്ലാത്ത ലൈക്ക് നമ്മുടെ ടൈം അനുസരിച്ച് പഠിക്കാൻ. ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തപ്പോ മുതൽ പ്രിപ്പയർ ചെയ്തിരുന്നോ? ഒരു ഫ്യൂ മന്ത്സ് കഴിഞ്ഞിട്ടാ പ്രിപ്പയർ ചെയ്ത. കാരണം ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തത് 2020 എങ്കിലായിരുന്നു. അപ്പൊ ഞാൻ നീറ്റ് എഴുതി കഴിഞ്ഞു, ആദ്യത്തെ നീറ്റ് എഴുതി കഴിഞ്ഞ ഒരു 3 months കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിഗ്രിക്ക് കയറിയത്. ഡിഗ്രി ചെയ്തൊരു പിന്നെയും ഒരു 3-4 months കഴിഞ്ഞിട്ടാണ് ഐ വാണ്ടഡ് ടു ഡു MBBS itself. പിന്നെ സൂൺ ആഫ്റ്റർ 2021 നീറ്റ് വന്ന് ഐ ഡിന്റ് പ്രിപ്പയർ പ്രോപ്പർലി ഫോർ ദാറ്റ്. കാരണം ടൈം ഉണ്ടായിരുന്നില്ല, എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു, പിന്നെ അത്രയ്ക്ക് മോട്ടിവേഷൻ ഇല്ലായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് സ്റ്റാർട്ടിങ് ഫേസ്. പിന്നെ അതിൽ കിട്ടിയില്ലാത്തപ്പോഴാണ് ഐ വാസ് ലൈക്ക് ഡെസ്പറേറ്റ്. സോ പിന്നെ ഐ സ്റ്റാർട്ട് സ്റ്റഡിങ് പ്രോപ്പർലി. സോ ഒരു 1.5 years എന്ന് പറയാം ടോട്ടൽ ടൈം. Do YouTube live. I don't mind. I don't know how exactly. സ്റ്റഡി ടൈം എങ്ങനെയാ മാനേജ് ചെയ്യണം? ആക്ച്വലി സംഡേ വിചാരിക്കുന്ന പോർഷൻസ് അങ്ങനെ വിചാരിക്കുന്ന പോലെ ഒരിക്കലും കവർ ആവാറില്ല. If I keep a plan, I have to finish this much. Chances are, it might not finish, but that's okay. ഇപ്പൊ if you are selecting ഇത്രയും പോർഷൻസ് ഇത്രയും ടൈമിൽ തീർക്കണം, try to select less portions. Give yourself some free time. ഇപ്പൊ നീറ്റിന് ടൈം ഉണ്ടെങ്കിൽ you give ഇത്രയും പോർഷൻ ഇത്ര നേരത്തിൽ തീർക്കണം. അങ്ങനെ എക്സിക്കായിട്ട് എല്ലാം കൂടി ഒരു ടൈമിൽ തീർക്കാൻ നോക്കല്ലേ. ഇപ്പൊ തീർന്നില്ല, ഇറ്റ്സ് ഫൈൻ, യു ക്യാൻ ഡു ഇറ്റ് ദ നെക്സ്റ്റ് ഡേ. You always have time. At the beginning, you will be like, okay, I'm wasting time by putting so much effort into this question. But eventually you'll realize, oh, അന്നേരം കുറെ ടൈം ഉണ്ടായിരുന്നു, അന്നേരം പഠിക്കണമായിരുന്നു. And some days you might not feel to study, you might fall sick. Chalapa, you might not be in the mental state to study. You'll be tired and frustrated. In that time, take a break, take rest, become fresh, and then start studying again. 1 second. പ്ലസ് CBSE ഞാൻ ഫുൾ ലൈഫ് ഒരു സ്കൂളിലാണ് പഠിച്ച. ഫോർട്ട് കൊച്ചിയിലായിരുന്നു ഡെൽറ്റ സ്റ്റഡി. പ്ലേ സ്കൂൾ മുതൽ 12th grade ഞാൻ അവിടെ പഠിച്ച. സ്റ്റഡി ടൈം എങ്ങനെയാ മാനേജ്? ഇപ്പോ ഇഫ് യു ആർ റിപ്പീറ്റർ, മതലബ് ഫുൾ ടൈം നീറ്റ് പ്രിപ്പറേഷൻ മാത്രമാണെങ്കിൽ you can easily manage it. Let's say you sleep for at least 5 to 6 hours every night and take a break in the afternoon. ഇപ്പൊ ഒരു ഹോളിഡേ ആയിരുന്നെങ്കിൽ my schedule would have been something like this. Sleep anytime. ചിലവര്
12 o'clock കിടക്കും, ചിലവര് 3 AM കിടക്കും. Depending on how your body works, sleep. But then have a constant sleep. ഒരു 5-6 hours കിടന്ന് എണീക്കും. You start studying. You have breakfast. Study. Afternoon hour, you have lunch. Then you take a break. I used to sleep for like 1 hour in the afternoon. Then you get up fresh. Then you start studying again. Evening hour dinner. You have dinner. You go for a walk. Evening do some physical activity. Then we study again. Sleep. You need some entertainment too. So എല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ learn that. I even used to go out with my friends, but rarely, not always. But yeah, you should have some entertainment, some hobby. So eat, sleep, exercise. Yeah, sleep. Sometimes after eating it might be difficult to sit and study. At that time you'll be like, okay, ഇത്രയും തീർക്കണം. So you sit in front of the book very sleepily. You can't get anything done. 1 hour of effective study is better than 3 hours of simply sitting in front of the book. So if you're tired, sleep. ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. ഡിസ്ട്രാക്ഷൻസ് എനിക്ക് മെയിൻലി ഉറക്കമായിരുന്നു. ബുക്ക് തുറക്കും, പഠിക്കാൻ നോക്കും, ഉറക്കം വരും. പിന്നെ 10 minute നാപ്പ് എടുക്കും, എണീക്കും. ദാറ്റ് വാസ് എ പ്രോബ്ലം ഫോർ മീ. പിന്നെ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ 2 months ബിഫോർ ദ എക്സാം ഐ ഡീആക്ടിവേറ്റഡ് ഇൻസ്റ്റഗ്രാം. പക്ഷെ അതിന്റെ മുമ്പ് ഐ യൂസ് ടു യൂസ് ഇറ്റ്. അപ്പൊ ദെൻ ചിലപ്പോൾ യു ഫീൽ ടു ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, whatever. അപ്പൊ യു ബി ലൈക്ക്, ഓക്കെ, ഈ ലെക്ചർ കഴിഞ്ഞിട്ട് കുറച്ചു നേരം തുറന്നു നോക്കാം. സോ ഐ യൂസ് ടു കീപ് ഇറ്റ് ലൈക്ക് ദാറ്റ്. തുറന്നു നോക്കും, ബട്ട് ഇത്രയും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട്. പിന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടായത് ഫിനിഷ് ചെയ്തിട്ട് നോക്കാലോ, അങ്ങനെ. ഹലോ ഹലോ. എന്തൊക്കെ ചലഞ്ചസ് ആയിരുന്നു ഫേസ് ചെയ്തത്? ലൈക്ക് ഞാൻ പാർഷ്യൽ ഡ്രോപ്പ് ആണ്. ഇപ്പം കോളേജിലായി കഴിഞ്ഞാലും ഇപ്പം നീറ്റിന്റെ പ്രിപ്പറേഷൻ ടൈം ആയി കഴിഞ്ഞാലും ഇപ്പം കോളേജിൽ നിന്ന് ഒരു പ്രഷർ കാണുമല്ലോ, റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുക, അങ്ങനത്തെ നോട്ട്സ് സബ്മിറ്റ് ചെയ്യണം. അതിന്റെ കൂടെ ഇപ്പൊ നീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും എന്തൊക്കെ ചലഞ്ചസ് ആയിരുന്നു ഫേസ് ചെയ്തിരുന്നത്? Okay. It's better if you all ask me like how she asked. ഈ മെസ്സേജസ് വായിക്കാൻ കുറച്ച് പാടാണ്, അതും മലയാളത്തിലായിരിക്കുമ്പോ. ഓക്കെ. കോളേജിൽ ചില പ്രോജക്ട്സ് ഉണ്ടായിരുന്നു. മഹാരാജാസ് അത്രയ്ക്കും സ്ട്രിക്റ്റ് അല്ലായിരുന്നു. എന്റെ കേസിൽ മൈ മോം യൂസ് ടു ഡു ഇറ്റ്. ആരും അറിയില്ലല്ലോ ആരാ പ്രോജക്ട് ചെയ്യണം. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ എന്റെ എയിം ആയിരുന്നു എന്തായാലും ഞാൻ ആ കോളേജിൽ നിന്ന് ഇറങ്ങും. അപ്പൊ അങ്ങനെ ലൂസ് ചെയ്യാനൊന്നുമില്ല. പിന്നെ I had the support of my mom, so she used to do my assignments. That's how it was easy. Okay. Anything. പിന്നെ studying you will have to read, but then അത് എനിക്കെന്ന് പറഞ്ഞാൽ I had maths, physics, chemistry. But the thing is, ഇപ്പൊ you're studying a degree, right? അപ്പൊ most likely ഇപ്പൊ you're a science student, you need to study chemistry, physics, bio, English. Okay. English ആകുമ്പോ okay, you can manage both. The thing is, ഈ ഡിഗ്രിയിൽ പഠിക്കണ തന്നെയാണ് നമ്മൾ നീറ്റിൽ പഠിക്കണം. So because I used to study physics and chemistry in NEET, കോളേജിലെ physics and chemistry was actually easy. കുറച്ച് എക്സ്ട്രാ ഉണ്ട്, but it was easy to manage. പക്ഷെ ഞാൻ ചൂസ് ചെയ്ത സബ്ജക്റ്റിൽ I had maths too. So I needed tuition for that. അപ്പൊ അതിൽ കുറെ ടൈം ട്യൂഷനിൽ പോയി. അത് ഞാൻ ചൂസ് ചെയ്ത കോഴ്സ് അനുസരിച്ചായിരുന്നു. ബട്ട് എന്തിലും മാനേജ് ആയി. കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു എന്ന് വെച്ചാൽ ട്യൂഷനിലെ ടൈമില് ബ്രേക്ക് ഇല്ലായിരുന്നു, തലവേദന എടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ഓർക്കും വൺ ഡേ വിൽ പേ ഓഫ്, സോ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. അങ്ങനെ കുറച്ച് പാടായിരിക്കും, ബട്ട് ഇറ്റ് ഈസ് മാനേജബിൾ. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ യു ഷുഡ് എക്സേർട്ട് യുവർ സെൽഫ് കംപ്ലീറ്റ്ലി. ലൈക്ക് യു ഷുഡ് നോ യുവർ ബോഡി ഹൗ മച്ച് യു ക്യാൻ ഹാൻഡിൽ. പിന്നെ ക്വസ്റ്റ്യൻ ഡിഗ്രിയുടെ കൂടെ. ആ ഹലോ. ഹലോ ചേച്ചി BSc ഫിസിക്സ് അല്ല കെമിസ്ട്രി അല്ലേ എടുത്തേ? BSc കെമിസ്ട്രി. ഞാൻ അപ്പൊ അതിന്റെ കൂടെ അങ്ങനെ പഠിക്കുമ്പോ നീറ്റ് എളുപ്പമായേ? നീറ്റ് ഐ വുഡ് സേ കോളേജ് കുറച്ച് എളുപ്പമായി. കാരണം ഇല്ല, നീറ്റിന്റെ ആയിരുന്നു ഒരുമാതിരി ടഫ്. ഇറ്റ്സ് ലൈക്ക് കോളേജിന്റെ, എന്റെ കോളേജിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മോസ്റ്റ്ലി ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്ന ടൈപ്പ് ആയിരുന്നു. എന്ന് വെച്ചാൽ യു റൈറ്റ് എ ഹോൾ എസ്സേ അബൌട്ട് മാഗ്നറ്റിസം. നീറ്റിൽ പഠിക്കുന്നത് ഫോർമുലാസ് അതെങ്ങനെ അപ്ലൈ ചെയ്യും.
ഡിഗ്രി കോളേജസിൽ പഠിക്കണം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിസത്തിന്റെ ഹോൾ തിയറി. സോ നമുക്ക് രണ്ടും കോറിലേറ്റ് ചെയ്ത് പഠിക്കായിരുന്നു. അപ്പൊ നീറ്റിൽ പഠിക്കണതിന്റെ ഒരുമാതിരി വാക്കുകൾ ടെക്സ്റ്റ് ചെയ്ത് പേപ്പർ എഴുതിയിട്ട് പാസ്സാവാം. കാരണം കോളേജസിൽ ഈസിയാണ്, ലൈക്ക് എന്താണ്, പ്രോബ്ലം ബേസ്ഡ് അല്ല. ദിൽ ആസ്ക് യു ടു റൈറ്റ് സംതിങ് അബൌട്ട് ഇറ്റ്. പിന്നെ നീറ്റിൽ വാട്ട് യു നോ, ഇഫ് യു ക്യാൻ പുട്ട് ഇൻ ടു വേർഡ്സ് ദെൻ യു വിൽ പാസ് ദ എക്സാം. So college became easy because I knew neat concepts. പിന്നെ കെമിസ്ട്രിയും ഫിസിക്സും അങ്ങനെയായിരുന്നു. ബട്ട് ഐ തിങ്ക് ബയോളജി എടുത്താൽ യു ഗെറ്റ് മോർ ഇൻഫോ, ബട്ട് നീറ്റിന്റെ ലെവൽ ഇറ്റ്സ് റിയലി കോംപ്ലിക്കേറ്റഡ്. കാരണം ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഐ സെഡ്, ഡിഗ്രിയിൽ തിയറിയാണ്, നീറ്റിൽ പ്രോബ്ലം ബേസ്ഡ് ആണ്. ഓക്കെ, would it be okay if your initial scores is less than institute exams? ഈ എക്സാംസ് എന്നൊക്കെ പറയുമ്പോൾ കോച്ചിങ്ങിൽ they usually make it very tough so that you'll expect the worst. So chances are you are likely to get more marks in NEET than in your institute exams. So it's okay. My score used to vary, but it depends on what you mean by less score. Wait, അവിടെ ഈ ഏജ് ഒക്കെ പ്രശ്നമുണ്ടോ? You mean കോളേജിലാണോ? Like, when I came to AIMS, I was 20 years and no issues, nothing. The only person who would actually care about your age is you. How do you feel about physics in NEET? I used to hate physics actually. The thing is, ഞാൻ ആദ്യം ഓർത്തിരുന്ന ബയോ ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ദെൻ കെമിസ്ട്രി, ദെൻ ഫിസിക്സ്. പക്ഷെ റിയൽ എക്സാമിന്റെ ഫിസിക്സ് വാസ് ആക്ച്വലി ഈസി. എന്നുവെച്ചാൽ 2022 എക്സാമിന്റെ ബയോ വാസ് ടഫ്. സോ ഞാൻ ആദ്യം ബയോ ചെയ്യാൻ തുടങ്ങിയപ്പോ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. അപ്പൊ ഞാനോർത്ത് ഈ ടൈം പോയി തോറ്റ്. പക്ഷെ പിന്നെ എങ്ങനെയോ ബയോ കുറച്ചൊക്കെ ചെയ്ത് ഫിസിക്സ് സെക്ഷനിൽ എത്തിയപ്പോ ഇറ്റ് വാസ് ആക്ച്വലി ഈസി. ഫോർമുല ബേസ്ഡ് ആയിരുന്നു മോസ്റ്റ്ലി. So you never know which subject is easy. So it's better you study everything, but neatly priority biology ka, pinna chemistry, then only physics. So if your physics is weak, don't worry. You practice how much you can in physics. Rest bio and chemistry, that will help a lot. Karanam weightage physics na less. But again, that doesn't mean you should ignore physics. It's just that don't be, sad if you. Generally, people say that NEET students in the enemy physics are. That's why, bio is their favorite. Um, yeah, everyone has troubled with physics mostly. Per എത്ര hour പഠിച്ചിരുന്നു? How much time you got for studying? Okay, on an ideal college day, it was like 9:30 can go in the college. So I used to get up at like 7 or 8, I think. 2 hours എന്തോ പഠിക്കുമായിരുന്നു നീറ്റിന്. പിന്നെ കോളേജിൽ പോവും. കോളേജിൽ ക്ലാസ്സിന്റെ ടൈം when I could I used to study NEET. അപ്പൊ ആ ടൈമിൽ നീറ്റ് പഠിക്കുമായിരുന്നു. ബ്രേക്ക് ടൈം 1 hour കിട്ടുമ്പോൾ ലൈബ്രറി പോയി നീറ്റ് പഠിക്കും. തിരിച്ചു വരും, റെസ്റ്റ് എടുക്കും. പിന്നെ ഒരു 6 to 7 from 7 p.m. to 3 a.m. ഫുൾ ടൈം ഉണ്ട് നീറ്റ് പഠിക്കാൻ. So it is possible. I didn't get that much time as much as, just repeaters. As a partial dropper, you'll get lesser time, but it's possible. Mm. How to build confidence in physics and chemistry. Problems initially ചെയ്ത് തുടങ്ങുമ്പോൾ ആൻസർ കിട്ടാതെ വരുമ്പോ പേടിയാകും. എനിക്കും കുറെ പ്രോബ്ലംസ് കിട്ടില്ലായിരുന്നു. ഈവൻ ഐ തോട്ട് ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ടു ഗെറ്റ് പെർ നീഡ്. My confidence was pretty low actually. Physics, how to build confidence is that formulas you revise thoroughly. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോ if you know the formula, you will get what 50% of your confidence if you know the formula. So once you know the formulas, okay, you'll know formula, then you have to apply it. That happens when you practice questions. Now, firstly, chances are okay, fine, you might not get questions, but as you practice and go, you'll get it. And when you start doing PYQs and you start solving that, that's like a reward. So practice, keep practicing questions, and slowly you'll get the hang of it. And neatly, most of the questions, physics, they are formula based. It's just that some years, they give you tough questions, but still.
പ്രോബ്ലംസ് ഏത് മെറ്റീരിയൽ ആണ് ഫിസിക്സിന് യൂസ് ചെയ്തത്? ഓക്കെ, ഞാനിപ്പോ ലൈക്ക് ഐ സെഡ് ഐ വാസ് സ്റ്റഡിങ് ഇൻ ഫിസിക്സ് ലാബ്. സോ ദ ക്വസ്റ്റ്യൻസ് ദേ യൂസ് ടു ഗിവ് ഐ യൂസ് ടു ഡു. പിന്നെ ടുവേർഡ്സ് ദി എൻഡ് ഐ ജോയിൻഡ് ബ്രില്യൻസ് ടെസ്റ്റ് സീരീസ്. അപ്പൊ ടെസ്റ്റ് സീരീസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഐ യൂസ് ടു ഡു ദാറ്റ്. പിന്നെ അതല്ലാതെ PYQs. സോ ബേസിക്കലി വേറെ വേ ഓഫ് സ്റ്റഡിങ്, കോച്ചിങ്ങിന് ക്വസ്റ്റ്യൻസ് കിട്ടും, അത് ചെയ്യും. ടെസ്റ്റ് സീരീസിന് ക്വസ്റ്റ്യൻസ് കിട്ടും, അത്. ആൻഡ് ചാൻസസ് ആർ PYQs അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. സെപ്പറേറ്റ് നോക്കണമെങ്കിൽ സെപ്പറേറ്റ് നോക്കിക്കോ. ദിസ് ഇസ് മോർ ദൻ ഇനഫ്. ഞാൻ അങ്ങനെ തപ്പി പിടിച്ച് മെറ്റീരിയൽസ് ഒന്നും ചെയ്തിട്ടില്ല. ഐ വാസ് ടു ലേസി ഫോർ ദാറ്റ്. സോ ഞാൻ എങ്ങനെ എക്സസ് പഠിച്ചിട്ടില്ല. ഡിഗ്രി ക്ലാസ് യെസ്, എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ സ്കിപ്പ് ചെയ്യുമായിരുന്നു. ബട്ട് വെൻ ഐ ഫീൽ ദറ്റ് അറ്റൻഡൻസ് ഇസ് ടു ലോ, ദെൻ കാച്ചപ്പ് ചെയ്യാൻ പോവായിരുന്നു. I'm not sure, but ചില colleges, if you don't have attendance, I think you can get it during the end. You can buy attendance, I guess. I'm not sure, but I think it's better you find out how it works in your college. കാരണം ചില colleges you might not have attendance, but at the end, right, you can give a fees and make up for it. So if it's like that situation, then you can bunk easily. Then you'll have to know how it works. What did a question there? ചെയ്ത മെറ്റീരിയൽ തന്നെ വീണ്ടും ചെയ്യണത് നല്ല. I would suggest ചെയ്യണ മെറ്റീരിയൽ, stick to one material. A lot of people do suggest that. It's like, instead of doing 10 books once, it's better to do one book 10 times. You might have heard it a lot. When you get a question, solve it. Okay, you can use 2-3 books, but ഈ പല books പിന്നെയും high level questions നോക്കിയിട്ട് കാര്യമില്ല. See, you're studying for NEET. There is no point for you to do JEE questions because അതിന്റെ level different ആണ്. So when you see those questions, you're going to get worried. At the same time, it's not useful to you. So whoever is coaching you, they will tell you what questions you should solve for your level to get into NEET. That is your aim, not to do PhD. So you should know which questions you have to solve. So randomly searching for questions online won't work. Say the questions, materials തന്നെ വീണ്ടും ചെയ്യണം. It is good, but depends time കിട്ടിയാല്. But ഞാൻ പറയുന്ന ഇറ്റ്സ് ലൈക്ക് കോച്ചിങ്ങിൽ ക്വസ്റ്റ്യൻസ് കിട്ടും, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റിൽ ക്വസ്റ്റ്യൻസ് കിട്ടും, പ്രാക്ടീസ് ചെയ്യും. PYQs നോക്കും, ചെയ്തത് പിന്നെ നോക്കും, മിസ്റ്റേക്സ് revisit the mistakes. I feel that itself is sufficient. Like you don't have to keep on searching for questions. Question practice is good. So how much questions you can do at your level, you do that much. Per day എത്ര പഠിച്ചിരുന്നു? I said that. ചേച്ചി, should we give more importance to last full length mocks rather than usual? See, mock tests are mock tests, and അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മതലബ് see, everything is equal only. It's just that during the last, you will actually put all your knowledge. When it's like a small mock test, you have limited syllabus. When you have limited syllabus, you can keep everything in your mind. But then the questions they can ask are less. So then they'll give more tough questions. When it is full length, then they will test actually how much you remember. So that is actually better in a way, but you're studying either way. Even if it's short portion syllabus, you're studying it. Long term, it's like actual NEET practice. Like you'll know how you would be there when you're actually doing the paper. You'll know how much you're remembering because the syllabus is a lot. MBBS which compare but it's less, but NEET syllabus is a lot. You're studying 32 chapters in bio. So full length is something that you should never miss. It's the ultimate. And if you get marks for full length mock tests, then you'll have that confidence that, okay, I'm going to rock the actual paper. ചേച്ചി ഈ പഠിച്ച പാഠങ്ങളെല്ലാം മറന്നു പോകുന്നു. ചേച്ചിക്ക് അങ്ങനെ ഉണ്ടാവലുണ്ടാ? അതിനാ ഞാൻ പറഞ്ഞ ഫോർമുലാസ് എഴുതി വെക്കണം. പിന്നെ ഞാൻ പറയാം, ഇപ്പൊ എക്സാംസ് ടുവേർഡ്സ് ദി എൻഡ് ആകുമ്പോൾ ബാക്ക് ടു ബാക്ക് ആയിരിക്കും. ഒരു ഫുൾ ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ ഉള്ള ടൈം കിട്ടില്ല. പിന്നെ ഫിസിക്സിലാകുമ്പോൾ ഈ ഫുൾ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ആക്ച്വലി ഫോർമുല. തിയറിറ്റിക്കലി
വായിക്കാനൊന്നുമില്ല. ഫിസിക്സ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആൻഡ് ഓൾ ദാറ്റ്. അതിനാണ് ഫോർമുല പേജസ് നോക്കുമ്പോ വെൻ യു റീഡ് ദീസ് ഫോർമുല പേജസ് റെഗുലർലി, അത് റിലേറ്റഡ് ആയുള്ള തിയറി എല്ലാം ഓർമ്മയിൽ നിൽക്കും. പിന്നെ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രിയിൽ ഈച്ച് ആൻഡ് എവറി റിയാക്ഷൻ ചെയ്ത് ഈ റിയാക്ഷനിൽ ഫോർമുല ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കും. മാക്സിമം ഒരു 2-3 പേജ് എടുക്കുള്ളൂ പെർ ചാപ്റ്റർ, ലൈക് ജസ്റ്റ് 1 പേജ് or 2. And at the end it will be very useful. അത് half the questions come from that only. പിന്നെ ഈ ചെറിയ ചെറിയ പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ടെക്സ്റ്റിന്റെ കോർണറിൽ നിന്നൊക്കെ വരുന്ന. പിന്നെ ബയോ യു ഹാവ് ടു റീഡ്, അതില് ഡൗട്ട് ഇല്ല. Yes, you'll forget, but it's okay to forget. That is why you have 1 year to study. That is why you have so many tests. Each test, when you get something wrong, it means, okay, you forgot that theory. പിന്നെ തിരിച്ചു പോയിട്ട് ആ പാട്ട് മാത്രം നോക്കുമ്പോ പിന്നെ ഓർമ്മ വരും. അങ്ങനെ 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 എൻഡിലാവുമ്പോ ഫുള്ള് സിലബസ് ഓർമ്മ വരും. ഏത് മെറ്റീരിയൽ ആണ് ഫിസിക്സ്? ഹലോ, ചേച്ചി ഫിസിക്സ് വാലേന്റെ ക്ലാസ് കണ്ടിന്യൂ പറഞ്ഞിട്ടേ, അപ്പൊ അത് ഹിന്ദിയിലല്ലേ ഉണ്ടാവല്? ഐ ന്യൂ ഹിന്ദി. എനിക്കെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം മുതൽ ഈ ഹിന്ദി സീരിയൽ കണ്ടാ വളർന്ന. അത് കാരണം ഈ ഹിന്ദി എനിക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ 9th-ലായിരുന്നപ്പോ ഞാൻ മലയാളം അല്ല എടുത്തത്, ഞാൻ ഹിന്ദി എടുത്ത. ഐ വാസ് മൈ ഹിന്ദി വാസ് ബെറ്റർ ദാൻ മൈ മലയാളം ആക്ച്വലി. ഞാൻ ആംഗ്ലോ ഇന്ത്യൻ ആണ്. അപ്പൊ എന്റെ മദർ ടങ് ഇറ്റ്സ് ആക്ച്വലി ഇംഗ്ലീഷ്. സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടാണ് ഐ ലേൺഡ് മലയാളം. സോ ദാറ്റ്സ് വൈ ഐ ഫീൽ when I speak in English it's more fluent, and when I speak in Malayalam I am stuttering. So can everyone understand English properly? Which language should I speak in? So your question is that, um wait, what did you ask? Okay, okay. Hello? Hindi, but they made it English too. See, just because I am from physics wala doesn't mean you have to choose that. But to answer your doubt, physics wala I think ഇപ്പൊ ഇംഗ്ലീഷിലും ആക്കി. കാരണം ഞാൻ അന്ന് പഠിച്ചപ്പോ ഹിന്ദിയിലായിരുന്നു. അത് സ്റ്റാർട്ടിങ് ബാച്ച് ആയിരുന്നു. ഞാൻ പഠിച്ചപ്പോ ഹിന്ദിയിലായിരുന്നു. പിന്നെ ഞാൻ നീറ്റ് പഠിച്ചു കഴിഞ്ഞപ്പോ ടുവേർഡ്സ് ദി എൻഡ് എത്തിയപ്പോ അവരുടെ ആഡിൽ ദേ സ്റ്റാർട്ടഡ് ഇംഗ്ലീഷ് ബാച്ചസ് ടു. സോ ലാംഗ്വേജ് ഇറ്റ്സ് ഫോർ ഓൾ. ഇപ്പൊ ഇംഗ്ലീഷും ഉണ്ട്. അത് ഡൗട്ട് ആണെങ്കിൽ NCERT എക്സാമ്പിൾസ് ചെയ്തിരുന്നോ? ഉം, ഞാൻ ചെയ്തില്ലായിരുന്നു. ഫിസിക്സിൽ ഐ ഡിഡന്റ് ആക്ച്വലി ഡു ദ ടെക്സ്റ്റ്. ഫിസിക്സ് ടെക്സ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. But that doesn't mean you shouldn't do it, because physics text, I personally don't like physics. I don't like physics and I didn't do the example questions. But I know people in AIMS who have done it. I didn't do physics examples, but I don't know if it was covered in the, PYQs or the coaching material. Um, പിന്നെ കെമിസ്ട്രിയിൽ I feel that you should look at the questions, especially the ones in the text. ഒരു ടോപ്പിക് കഴിഞ്ഞിട്ട് ടെക്സ്റ്റിന്റെ അകത്ത് തന്നെ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ കെമിസ്ട്രിയിൽ? യു ഷുഡ് ടേക്ക് എ ലുക്ക് അറ്റ് ദാറ്റ്. ആൻഡ് ഐ തിങ്ക് ബാക്ക് സൈഡ് ക്വസ്റ്റ്യൻസും കെമിസ്ട്രിയിൽ നോക്കണം. ഫിസിക്സിൽ ഞാൻ നോക്കിയില്ല, പക്ഷെ കെമിസ്ട്രിയിൽ ഞാൻ ഏകദേശം നോക്കിയിരുന്നു. Someone asked me about the marks thing. One second. Uh, how do you feel if you get lower marks? Okay, I just tell my marks. ഞാനിപ്പോ 4 months before നീറ്റ് ആയിരുന്നു ഞാൻ ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്ത. സോ I had some idea about what I was studying. എനിക്ക് 545 ആയിരുന്നു ഫസ്റ്റ് എക്സാമിലെ മാർക്ക്. പിന്നെ മാക്സിമം എനിക്ക് കിട്ടിയത് 670 ആ. But the exam that I got 617, that was like the easiest paper ever. So people were actually getting 720 in those papers. So then I made many silly mistakes and I got only 670. So that was a disappointment because എല്ലാവർക്കും 720 സ്കോർ ചെയ്യാൻ പറ്റിയ പേപ്പർ ആയിരുന്നു. അതിൽ എനിക്ക് ഭയങ്കര കുറവായിരുന്നു. ബട്ട് എന്റെ റേഞ്ച് മോസ്റ്റ് ഡേയ്സ് ഇറ്റ് വാസ് 600. 560 ഒക്കെ ആയിരുന്നു മോക്ക് ടെസ്റ്റിന്റെ ടൈമില്. ബട്ട് 600 ഓവറോൾ ഒരു റൗണ്ട് ഓഫ് ചെയ്താ. ചേച്ചി, while comparing NEET and MBBS, what is more hard? MBBS, definitely MBBS. मतलब neatly it's a competition, so you have to get a seat. MBBS में pass आया पोरे.
ഇപ്പൊ പാസ്സാവാൻ വേണ്ടി പഠിച്ച് പാസ്സാവാൻ പറ്റും MBBS. അല്ലെങ്കിൽ ഇപ്പൊ ഈച്ച് ആൻഡ് എവറിത്തിങ് ടോപ്പർ ആവണമെങ്കിൽ MBBS നോ താങ്ക് യു. ബട്ട് നീറ്റ് ആക്ച്വലി സിലബസ് നോക്കിയാൽ നീറ്റ് is nothing compared to MBBS. But you can pass for MBBS. Anyone can pass, but MBBS is tougher. Yeah. How do you see? Any other questions? Ask me about the material you're studying. Firstly, lecture notes, formulas, then comes the questions your coaching gives you, then test series. Then you can do, if you still want more, you can do any one book which you like. And this is apart from PYQs. PYQs are important because questions may not be repeated, but the concepts will be repeated. And even in physics and chemistry, tell us silly theory questions they might ask. Text into the corner, for example, in chemistry, they might be written something which is not difficult to by heart. That so might come. Should, should we have to be in the top row top row in institutions as in the Uddeshicha, like you have score well, or I didn't understand. Firstly, follow your own cycle. Don't go behind toppers, cycle. Like, what would a topper do the whole day? Don't follow that. For, I have never even seen a single toppers videos. I didn't even know who the toppers were the year, before. Because I know that there's no use in seeing toppers videos there because most of them are not even honest. Should we have to be in the top row in institutions? Not necessarily. Matlab, I know people who have come first for test series, but in the real meet, slightly low. I know people who haven't even, scored enough for the test series, but have still made it through NEET. See, if you get 600-ish marks, then it's a very good thing. If you don't get 600-ish marks, if you get in 590 also, then you have time, you'll just work a bit and then you can get it. Then if you're always getting good marks, so then no doubt. Should we any questions? Shall questions I think I am skipping. Let's see how it is. Don't miss last full length mocks. One thing is that you might think that okay, mock test tomorrow mock test and syllabus complete cheyidilla, I'm not going to give it. Don't do that. The thing is, right, before mock test തുടങ്ങുമ്പോൾ every day ഉണ്ടാവും ചിലപ്പോ ഇന്ന് നാളെ മറ്റന്നാൾ it just go on like that. You can't take a leave every time. My point is that for the first mock test, chances are you have revised 10% of the syllabus, but you still have to give it, okay? ഇപ്പൊ നാളത്തെ മോക്ക് ടെസ്റ്റിന് ഐ സ്റ്റഡി 3 chapters. Properly 3 chapters ഞാൻ പഠിച്ചു. The mock test, the next day, I will study 3 more chapters. അങ്ങനെ നീറ്റ് വരെ എത്തുമ്പോൾ you would have studied the whole syllabus perfectly. You know what some people do? Tomorrow mock test ഉണ്ട്. അതിൽ സ്കോർ ചെയ്യണമെന്ന് പറഞ്ഞ് എല്ലാ ചാപ്റ്ററും ഇങ്ങനെ നോക്കിപ്പോകും. Formulas and stuff, and they go and give the mock test. You get average marks in the mock test, but for the real need, you might not have studied anything. The point is, don't worry about the mock test marks. If a mock test ഉണ്ട്, you have studied only 3 chapters. You have to see that our 3 chapters പഠിച്ച questions if you got mark. If you got mark for that, then perfect. Don't say about other questions. പിന്നെ 3 chapters പഠിച്ച് 6 chapters പഠിച്ച് ആ ടെസ്റ്റിന് ആ 6 chapters വന്ന ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടുണ്ടാ അതിന് മാർക്ക് കിട്ടിയിട്ടുണ്ടാ നോക്ക്. ഇഫ് യു ഡിഡ് പെർഫെക്റ്റ്. അങ്ങനെ പോയിട്ട് എൻഡിൽ യു വിൽ ഹാവ് ഗുഡ് മാർക്സ്. I was just a normal student in school, Chechi, so I have this doubt in my head if I will be able to crack it.
Well, people thought I didn't even deserve science. I remember in 10th grade, ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ I was into public speaking. Okay, so I never used to be in class. Like I said, നീറ്റില് നീറ്റ് കൊടുക്കണമെന്ന് തന്നെ I thought about it after I entered into a degree course. So in school, so there was no ambition, nothing. So what happened is that 10th standard, while I was studying for the board exam, class test like in the marks, it was less. So the teachers did when my mom was working in the same school. So my class teacher went and told my mom that we are not going to give her science because she's weak. Then my mom said that we don't need science, we're planning to take commerce anyway. But then last minute I studied and I got 93 and then they gave me science. In school, I was an average kid. 11th just pass, 12th എങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ആ ഇയർ due to which I got 90%. But I was an average student too, and you can still get into NEET. It's not like you have to be, like I said, I thought that I would not get a NEET, and that is why I didn't take a drop. Because, I thought that it was not even possible for me. I know my mom used to come and show me these videos of AIMS Delhi, and then I used to tell her to stop doing it because I was like, why are we even looking at things that we can't even, dream about? I used to tell my mom, stop showing me things about AIMS Delhi. I don't care about that college. I'm never going to get there anyway. And now see, so don't underestimate yourself. Just make sure you have done your work. And if you have done everything what you should and then you don't get it, then it's probably for a better reason, trust me. Is there any question? Um, ഹായ്, താങ്ക് യു സോ മച്ച് ഫോർ ദി ഇന്ററാക്ഷൻ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ കുറച്ച് കാര്യങ്ങളൊന്ന് എടുത്തു വയ്ക്കാം, ഒന്ന് മെൻഷൻ ആക്കാത്ത ഒരു കാര്യങ്ങൾ. ഒന്ന്, ലാസ്റ്റ് മന്ത് പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, എപ്പോഴും സ്റ്റുഡൻസ് ഫിയർഫുൾ ആവുന്ന ഒരു ടൈമാണ്. പലപ്പോഴും ഇനീഷ്യലൊക്കെ നന്നായിട്ട് പഠിച്ചു എന്ന് പറയും, ഫൈനൽ ആ ഫ്യൂ മന്ത്സിൽ എപ്പോഴും അവർ ഒരു ടെൻഷനൊക്കെ കാണാറുണ്ട്. അതിനെങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ. സെക്കൻഡ് വൺ, എങ്ങനെയുണ്ട് എയിംസ് ഡൽഹിയുടെ ലൈഫ് എന്നുള്ളത്. okay. എനിക്ക് ആക്ച്വലി ലാസ്റ്റ് മന്തിലാ കോവിഡ് വന്ന നീറ്റിന്റെ ലാസ്റ്റ് മന്ത് പ്രിപ്പറേഷൻ ടൈമില്. അപ്പൊ പാടായിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആയി. ഞാൻ ഓക്കെ, ഓൾ ദ ഹാർഡ് വർക്ക് വെന്റ് ഡൗൺ ദ ഡ്രെയിൻ, എനിക്ക് കാര്യമില്ല. പക്ഷെ അമ്മ പറഞ്ഞേ അങ്ങനൊന്നുമില്ല. ഒരു ദിവസം 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് പിന്നെയും പഠിക്കാൻ തുടങ്ങി. ആ നേരമാണ് ഈ ഫോർമുല പേജസ് ഒക്കെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന. ആ ടൈമിൽ ഈ ഫോർമുല പേജസ് നോക്കി ബയോടെക്സ്റ്റ് ഒക്കെ പിന്നെയും വായിക്കുമ്പോ ഇത്രയും നാള് ആ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം കോൺഫിഡൻസ് വരും. സോ ദ തിങ് ഇസ്, ഫോർമുല പേജസ് നോക്കൂ, കാമായിട്ട് വായിക്കൂ. ചിലപ്പോ എൻസൈറ്റി കാരണം ഒന്നും ഓർമ്മയില്ലെന്ന് തോന്നും ആ ടൈമില്. ബട്ട് then you should realize that it happens to everyone. ആക്ച്വൽ ടൈം ആവുമ്പോ യു വിൽ റിമെമ്പർ എവറിത്തിങ്. അത് ആ ആൻസൈറ്റി കാരണം ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഇതെനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന്. ബട്ട് ഇറ്റ് ഇസ് ഫൈൻ, ഇറ്റ് ഹാപ്പൻസ്. ആൻഡ് ബട്ട് യു റിമെമ്പർ എവറിത്തിങ്. ആ മൂമെന്റിലെ എൻസൈറ്റിയിൽ യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്. ബട്ട് then ടൈം വരുമ്പോ യു വിൽ ഗെറ്റ് എവറിത്തിങ്. സോ പിന്നെ ടെസ്റ്റ് സീരീസ് കൊടുത്തോണ്ടിരിക്കും. And you should realize that test series score ചെയ്യാനെക്കാട്ടി കൂടുതൽ you'll get it late, because generally test series will be tougher than the actual exam. ചില പേപ്പേഴ്സ് ഈസി ആയിരിക്കും, ബട്ട് മോസ്റ്റ്ലി ലെവൽ ഇത്തിരി ഹൈ ആയിരിക്കും. സോ ദാറ്റ് യു എക്സ്പെക്ട് എവറിത്തിങ്. പിന്നെ നീറ്റില് ഇഫ് യു തിങ്ക് ദ ടഫ് ക്വസ്റ്റ്യൻസ് വിൽ കം, ദെൻ ഇറ്റ് വിൽ ബി ടഫ് ഫോർ എവ്രി വൺ. എൻഡില് റാങ്ക് ലിസ്റ്റ് ആണ് മാറ്റർ ചെയ്യണം, മാർക്കല്ല. ചില ഇയേഴ്സിൽ ഈ വർഷം ഫോർ എക്സാമ്പിൾ 720 കിട്ടിയിട്ടും people don't get names. In my year, I got 691 and I got names. So mark doesn't matter, the rank matters. So, just stay calm. As long as you have done what you are supposed to do, then nothing to worry about. And NEET is not the end. It's not everything in the world. ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ ചിലപ്പോൾ റിഗ്രറ്റ് ചെയ്യും. Then I'm like, no, it's the best thing that happens. So it's എല്ലാം സബ്ജക്റ്റീവ് ആണ്. You can still be happy, doesn't matter. And then അടുത്ത question.
Okay, then Ames Ames Life. Life. Yeah. Ames Life. The thing is, എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ ഭയങ്കര പാടായിരുന്നു ബിക്കോസ് ഞാൻ ഇതുവരെ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. ഫുൾ ലൈഫ് ഞാൻ വീട്ടിലായിരുന്നു. പിന്നെ കോളേജ് മഹാരാജാസ് വീടിന്റെ അടുത്തായിരുന്നു. സോ എന്റെ അച്ഛൻ ഡ്രോപ്പ് ചെയ്യുമായിരുന്നു, പിക്ക് ചെയ്യുമായിരുന്നു. ആദ്യമായിട്ട് ഹോസ്റ്റലിൽ നിന്നപ്പോ അതും ഡൽഹിയിലെ തണുപ്പത്ത് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് സ്റ്റേ ഹോം, ബട്ട് freedom ഉണ്ട്, you get everything you want, and eventually you have to come out of your shell, be alone, spend time alone in the world, learn things. So this is a really good experience wherever whichever college you get. എയിംസില് വേറെ കോളേജിൽ വെച്ച് കമ്പയർ ചെയ്യാൻ ഇല്ല, ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഇസ്, ബട്ട് ടഫാണ് എക്സാംസ്. ബട്ട് പാസ് നമുക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് അവസ്ഥയൊക്കെ ഇങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ പിന്നെ ഈസി ആവുമായിരുന്നു. MBBS കയറുമ്പോ നീറ്റ് പോലെ അല്ല പഠിക്കുന്നത്. ഇങ്ങനെ ചില ഇമ്പോർട്ടന്റ് പോർഷൻസ് ഉണ്ട്, അത് പഠിച്ചാണ് പാസ്സാവുന്നത്. ഫുള്ള് പഠിക്കാൻ നിന്നാൽ നടക്കൂല. വിത്ത് ടൈം യു വിൽ ഇവൻച്വലി ലേൺ. എയിംസില് ഫ്രീഡം ഉണ്ട്. ഇവിടെ കോഫി ഷോപ്പ് ഉണ്ട്, എന്താണ് ജനറൽ സ്റ്റോഴ്സ് ഉണ്ട്, സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഡൽഹി ആയ കാരണം ബ്ലിങ്കിറ്റ്, സ്വിഗ്ഗി, സെപ്റ്റോ വേണ്ടതൊക്കെ കിട്ടും ഓൺലൈൻ. ദേ ബ്രിങ് ഇറ്റ് ടു യുവർ ഡോർ സ്റ്റെപ്പ്. പിന്നെ കർഫ്യൂ ഇല്ല. ഗേൾസ് ഹോസ്റ്റലിൽ യു ക്യാൻ ലീവ് എനി ടൈം, കം എനി ടൈം. പിന്നെ ഡൽഹിയിലെ ക്ലൈമറ്റ് വിന്റേഴ്സ് ഭയങ്കര തണുപ്പ്. സമ്മേഴ്സ് കുഴപ്പമില്ല കാരണം AC ഉണ്ടാവും. പിന്നെ വിന്റേഴ്സിൽ ഹീറ്റ് ഉണ്ടാവും, അത് കാരണം കുഴപ്പമില്ല. പിന്നെ ജനറലി ഇവിടെ എല്ലാവരും ടാബ്സ് ആ യൂസ് ചെയ്യണം. അപ്പൊ ബുക്സ് മേടിക്കണ്ട, കാരണം MBBS ബുക്സ് കുറച്ച് എക്സ്പെൻസീവ് ആ. ടാബിൽ തന്നെ എല്ലാവരും പഠിക്കും. ക്ലാസ്സിൽ ടാബ് ഡിവൈസസ് കൊണ്ടുവരും. മോസ്റ്റ് ഓഫ് ദ ടൈം ഉറക്കമാണ്. ചിലപ്പോൾ ലെക്ചേഴ്സ് 70% അറ്റൻഡൻസ് എടുക്കാൻ നോക്കും. ബാക്കി തന്നെയാണ് പഠിക്കണം എല്ലാവരും. സോ തന്നെ പഠിക്കാൻ മോസ്റ്റ്ലി തന്നെ പഠിക്കണം ക്ലാസ്സിൽ തന്നെ. പിന്നെ പ്രാക്ടിക്കൽസിന് പോകും. ട്രൈ ചെയ്യണുണ്ട് എല്ലാ ക്ലാസ്സിലും പോവാൻ. ഇപ്പൊ ക്ലിനിക്കൽ തുടങ്ങി. ക്ലിനിക്സിൽ പോണം എല്ലാ സബ്ജക്ട്സിനും. സോ അത് ഇന്നാളാ സ്റ്റാർട്ട് ചെയ്തത്.